ലൈംഗിക ആരോപണ കേസിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവും ആലപ്പുഴ സായി പരിശീലകനുമായ ജോസ് ജേക്കബിനെ അറസ്റ്റ് ചെയ്തു. മകളെ പരിശീലിപ്പിക്കാൻ അമ്മയോട് ലൈംഗിക ആവശ്യം ഉന്നയിച്ചു എന്നായിരുന്നു പരാതി. ആലപ്പുഴ നോർത്ത് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ ജോസ് ജേക്കബിനെ പോലീസ് വിട്ടയച്ചു. പീഡന പരാതി സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ജോസ് ജേക്കബിനെതിരെ നടപടിയും ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. രഞ്ജിനി, സായി പരിശീലകൻ ജോസ് ജേക്കബിനെതിരെയാണ് ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത, അതായത് മകളെ പരിശീലിപ്പിക്കാനായി അമ്മയോട് ലൈംഗിക ആവശ്യം ഉന്നയിച്ചു എന്ന പരാതിയിൽ, ലൈംഗികാരോപണ പരാതിയിലാണ് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയായ ജോസ് ജേക്കബിനെതിരെ ഇപ്പോൾ നോർത്ത് പോലീസിന് നടപടി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ സായി അന്വേഷണം 4-അംഗ സമിതിയുടെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. താൽക്കാലികമായി കോച്ചിനെ മാറ്റി നിർത്താൻ നിർദ്ദേശവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരാതിയിന്മേൽ പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. ജോസ് ജേക്കബിനെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ലൈംഗിക ആരോപണ കേസിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവും ആലപ്പുഴ സായി പരിശീലകനുമായ ജോസ് ജേക്കബിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മകളെ പരിശീലിപ്പിക്കാൻ അമ്മയുടെ ലൈംഗിക ആവശ്യം ഉന്നയിച്ചു എന്നായിരുന്നു പരാതി. ആലപ്പുഴ നോർത്ത് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ ജോസ് ജേക്കബിനെ പോലീസ് വിട്ടയച്ചിരിക്കുന്നു. പീഡന പരാതി സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ശരണ്യ, ഈ വിഷയത്തിൽ കൂടുതൽ നടപടി ജോസ് ജേക്കബിനെതിരെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പോലീസിനെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് പരാതി നൽകിയ സ്ത്രീ ഇന്ത്യൻ കായിക താരം കൂടിയായ സ്ത്രീയാണ്. അവരുടെ മകളെ പരിശീലിപ്പിക്കുന്നതിനായി ആലപ്പുഴ സായി പരിശീലന കേന്ദ്രത്തിലെ കോച്ച് കൂടിയായ ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ ജോസ് ജേക്കബ് ലൈംഗികമായ ആവശ്യം ഉന്നയിച്ചു എന്നതായിരുന്നു പരാതി. ഈ ഗുരുതരമായ വിഷയത്തിൽ സായി അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മൊഴി രേഖപ്പെടുത്തിയ ശേഷം വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി അത് മൊഴിയിൽ കൃത്രിമത്വം നടത്താനാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ കായിക താരമടക്കം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ കോച്ചിനെ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ തുടർ നടപടികളിലേക്ക്, അതായത് കോടതി മൊഴി രേഖപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കായിക താരവും മകളും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പോലീസ് രേഖപ്പെടുത്തിയ മൊഴികൾ തെറ്റടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനവും. ശരി ശരണ്യ, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.